റോബോട്ടുകൾ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സ്വയം നിയന്ത്രണമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മനുഷ്യരെ കൊല്ലുന്നില്ലേ? കൊല്ലുമോ? AI കൊണ്ടുണ്ടാക്കുന്നത് അങ്ങനത്തെ ചാമ്പ്യന്മാരെക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ്. അപ്പോൾ AI വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഒരു കൂട്ടാവുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന പണം നേടാനുള്ള ഒരു ജീവമായിട്ടാണോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി AI ഇല്ലെങ്കിൽ 4 മണിക്കൂർ പിടിക്കുന്നുണ്ടെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അറിയാത്തത്, അൺനോൺ ആയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ AI എന്ന് പറഞ്ഞിട്ടുള്ള പേടി കൊണ്ടുവരും. മനുഷ്യനെ ഈ കുറേ കാലം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വിരക്തി തോന്നും, അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ തോന്നും. AI-ന് അതില്ല. നമ്മളെ മാനവരാശി മനുഷ്യൻ തന്നെയാണല്ലോ ഇതെല്ലാം കണ്ടെത്തിയതൊക്കെ. പക്ഷേ മാനവരാശിക്ക് വലിയ ഭീഷണിയാവുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്നുള്ള വലിയൊരു ആരോപണം കൂടി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അത് നമ്മൾ ശരിക്ക് അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ അതിനെ വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ആരും പൈസ ഉപയോഗിച്ചിരുന്നില്ല. എവിടെ പണിയെടുക്കുകയാണെങ്കിൽ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അന്ന് അരി, ജോലി ചെയ്തവർക്ക് കുമ്പളങ്ങ, ചക്ക, മാങ്ങ, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം അന്ന് നമ്മൾ ആര് ജോലി ചെയ്യുന്നുള്ള വിഷയം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. അവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി ആരും ജോലി ചെയ്തിരുന്നില്ല. ജീവിക്കാൻ വേണ്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 70-80കളിലാണ് ഈ പൈസയുടെ ഒരു മുന്നോട്ട് വരികയും പൈസ എല്ലാവർക്കും വേണമെന്ന് ഈ അടുത്ത കാലത്താണ് വന്നത്. എല്ലാവർക്കും വന്നിട്ട് ബാങ്ക് ബാലൻസ് ഉണ്ടായാലാണ് ഞാൻ പൂർണ്ണമാകൂ എന്നുള്ള ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ലൈഫ് തന്നെ മണി മോട്ടീവായി മാറുന്നു. അതിന് വേറൊരു വശമുണ്ട്, കോൺട്രഡിക്ടറി ആയിട്ടൊരു വശമുണ്ട്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് ആകും എന്നുള്ളൊരു എവിടെയോ നമ്മളെ ബയസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ആരും ഇൻഡിപെൻഡൻ്റ് അല്ല. മനുഷ്യർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ലഗൂൺ എന്നൊരു സിനിമ ഉണ്ടാകും. അതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി പറയാണ്, അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാതെ ATM പോയാൽ പൈസ കിട്ടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ പൈസയിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതം, മനുഷ്യൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അധികാരവും അവകാശവും ആക്ച്വലി ഇൻഡിപെൻഡൻസ് പോകുകയാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരു വശമുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്ത് ജോലി എടുത്താലും പൈസ ഉണ്ടാക്കണം എന്ന ഒരു രീതിയിലെത്തി. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കടലിൻ്റെ അടിയിൽ പോയിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഞാൻ ചെയ്യും. പൈസ ഉണ്ടായാൽ മതി, കൂടുതൽ പൈസ കിട്ടില്ല. അല്ല, അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ 70കളിലാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോയത്. പ്രത്യേകിച്ചിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയത് വളരെ റിസ്കി ജോലിക്കാണ് പോയത്. ഒട്ടും സേഫ് ആയില്ലേ, ഒരിക്കലും അവര് അപരിചിതമായ ലോകത്തേക്കാണ് പോയത്. പലതരം റിസ്ക് ഉണ്ട്. ജോലിയുള്ള റിസ്ക് ഉണ്ട്, വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള ഉണ്ട്, എല്ലാ തരത്തിലും റിസ്ക് ഉണ്ട്. അവനെല്ലാം ഒഴിവാക്കിയിട്ടാണ് അവൻ പണത്തിന് മാത്രം തേടിപ്പോയത്. പണം ആയിരുന്നു കേന്ദ്ര ബിന്ദു. അപ്പോൾ അതിൽ ചോദിക്കേണ്ടത്, മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന പണം നേടാനുള്ള ഒരു ജീവമായിട്ടാണോ? അല്ല. മനുഷ്യന് ശരിക്ക് മനുഷ്യത്വമാണ് വേണ്ടത്, സഹവർത്തിത്വമാണ് വേണ്ടത്. അവിടെ സംവദിക്കാനും അതിനെ കെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എമ്പതി ഉണ്ടാവാനും സഹിഷ്ണുതയൊക്കെ ഉണ്ടാകാനും, അതാണ് നമ്മുടെ ശരിക്കും കഴിവ്. ഇതിനുള്ള അവസരം കമ്മിയാകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്, സ്ട്രെസ്സ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര സുഖം തോന്നും ആലോചിച്ച് നോക്കും. നമ്മൾ സിനിമ പോകുമ്പോൾ നല്ല സിനിമകൾ കാണുന്നു, പല സിനിമ ഉണ്ട്, അതിന് ടെൻഷൻ ഉണ്ടാവുന്നു, ടെൻഷൻ പോകുന്നു, എല്ലാം ഡിപ്പെൻസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഹീറോ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, നമ്മൾ ചില ജോലികൾ പോയേ തീരൂ AI വന്നു കഴിഞ്ഞാൽ. അത് ഡേർട്ടി ആയിട്ടുള്ള, ഡള്ളായിട്ടുള്ള, ഡേഞ്ചറസ് ആയ ജോലികളാണ്. അത് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, മാറണം. പക്ഷെ രാജ്യം പുരോഗമിച്ചാലാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. അപ്പൊ AI കൊണ്ട് കുറേ പൈസ ഉണ്ടാക്കുക രാജ്യം,
അല്ലെങ്കിൽ കമ്പനികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ജനതയ്ക്ക് ഗുണമുണ്ടാവും. അതിനെ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റും, അത് എഗൻസ്റ്റ് ആയിട്ടും സപ്പോർട്ടായിട്ടും പറയാം. പക്ഷേ പ്രോഗ്രഷൻ വേണം. ഇപ്പം ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ സിറ്റിസൻസിന് ഗവൺമെൻറ് തന്നെ പൈസ കൊടുക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ആൾക്കാരുടെ എണ്ണം കമ്മിയായതുകൊണ്ടും റിസോഴ്സസ് കൂടുതലായതുകൊണ്ടും അവിടെ സപ്പോർട്ടുണ്ട്, എല്ലാ രീതിയിൽ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് ആൾക്കാരുടെ എണ്ണം കൂടുതൽ കൊണ്ടാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനെ കാണുന്നത് AI കൊണ്ട് നമുക്ക് രാജ്യം ഉയർന്നു വന്നാൽ, രാജ്യത്തിന് പുരോഗതി ഉണ്ടായാൽ ജീവിത നിലവാരം ഉയരും എന്നാണ് ഒരു വശം. സ്വാഭാവികമാണല്ലോ, പെർ ക്യാപിറ്റൽ ഇൻകം കൂടുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്, നമുക്ക് ശരിക്ക് എക്സൽ ചെയ്യണമെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാപ്പബിലിറ്റീസ്, അത് സാമൂഹികപരമായിട്ട് വരാം, അതിനെ നമുക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്ന ക്രിയേറ്റിവിറ്റിയുടെ കാര്യങ്ങളായിട്ട് വരാം. ഇതിലേക്ക് ഇടപെടാൻ നമുക്ക് കൂടുതൽ സമയം വേണ്ടേ? നമുക്ക് എന്തിനാണ് 8 മണിക്കൂർ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം? മാത്രമല്ല, മാസത്തിൽ എന്തിനാണ് ഇത്രയും ദിവസങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ്? എപ്പോഴാണ് നമ്മൾ ആസ്വദിക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഈ 8 മണിക്കൂർ എന്നുള്ള നിയമത്തിലും പ്രാക്ടിക്കലായിട്ട് അത് അങ്ങനെ അല്ലാത്തൊരവസ്ഥ. 10-12 മണിക്കൂറൊക്കെ ആവുന്നത്. പിന്നെ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ കുറേ കാലമായിട്ട് വീട്ടിൽ വന്ന വർക്ക് ചെയ്യാത്തൊരവസ്ഥയുണ്ട്. ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അത് നിർബന്ധിക്കപ്പെടുന്ന പൊസിഷൻസ് ഉണ്ടാകുമ്പോൾ ടൈം ബൗണ്ട് ആയിട്ടുണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ വെൽ ബീയിങ്, സെൽഫ് കെയർ വളരെ പ്രധാനമുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും, ഇപ്പം ഞാൻ സിംഗപ്പൂരിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗുരുകുലം പോലെ റെസിഡൻഷ്യൽ ലിവിങ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തലവനാണ്. കുട്ടികളുടെ കൂടെ 626 കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കാണുന്ന പ്രവണത, പല കുട്ടികൾക്കും ഒരു സാമൂഹികമായിട്ട് ഒരു ഐസൊലേഷൻ ഉണ്ട്. അത് ഇന്ത്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലാ രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളടക്കമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ അവരോട് പറയുന്നത് ഡൈനിങ് വിത്ത് മാസ്റ്റർ, ഞാൻ മാസ്റ്റർ എന്നാണ് പറയുക, മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഡൈനിങ് വിത്ത് മാസ്റ്റർ പറയുന്നത് അച്ഛനോടും അമ്മയോടും സംവദിക്കണം, ആങ്ങളയോടും പെങ്ങളോടും സംവദിക്കണം, സുഹൃത്തുക്കളോടും സംവദിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ സെൻസ് ഓഫ് മാറ്ററിങ്. ഇപ്പോൾ എൻ്റെ മകൻ എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മകന് ഞാൻ പ്രാധാന്യമുണ്ട്, ആ സെൻസ് ഓഫ് മാറ്ററിങ് എന്ന് വരികയാണ്. അല്ലെങ്കിൽ മകനായതുകൊണ്ട് സെൻസ് ഓഫ് ബിലോങ്ങിങ് അച്ഛനോട് തോന്നുന്നു. ഇത് വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഈ പൈസയുടെ പിന്നാലെ പോയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഈ 2 വിഷയങ്ങളിലും നമ്മൾ കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവാണെങ്കിലും അച്ഛനും അമ്മയും കുട്ടികളും ആണെങ്കിലും നമ്മൾ ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്, പണ്ട് നമ്മൾ തീന്മേശര 4 പേർ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിനൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. ഇന്ന് പലർക്കും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ശരിക്കൊരു പ്രശ്നം വരുമ്പോഴാണ് അവരുടെ ആ ഇൻഡിപെൻഡൻസിൻ്റെ അർത്ഥമില്ലായ്മ വരികയും അവർക്ക് ഒന്നുമല്ലാത്ത അവസ്ഥ വന്നിട്ട് മറ്റേ കൗൺസിലിംഗ് പോവുക, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോവുക, സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ, അതിൻ്റെ റേറ്റുകളൊക്കെ കൂടി വരുന്നു. അതിനേക്കാളും വലിയ അപകടമല്ലേ സാർ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ കുട്ടികൾ തോക്കുമായിട്ട് വന്ന് കുറേ ആൾക്കാരെ വെടിവെച്ച് പോലും എന്നൊക്കെ വലിയ ദുരന്തമല്ലേ ഉണ്ടാകുന്നത്. ഇതിന്ന് ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് അവർക്കൊരു പർപ്പസ് ഇൻ ലൈഫ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അതിനെപ്പറ്റി മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഈ സെൻസ് ഓഫ്, നമ്മൾ കുട്ടികൾക്ക് നല്ല, പണ്ടൊക്കെ മുത്തശ്ശിമാരും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതൊക്കെ അവർക്കൊരു ഭാവനാ ലോകത്തോടെ സഞ്ചരിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗെയിംസ്, അതിൽ ഷൂട്ടിങ്ങും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്ന രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത്. AI വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം ഉണ്ടാവും. നമുക്കൊരു 4 മണിക്കൂർ ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? അല്ലെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിൽ 5 ദിവസം വേണമെങ്കിൽ വർക്ക് ചെയ്യാം, 4 ദിവസം വർക്ക് ചെയ്യാം. അപ്പോൾ മണിക്കൂർ നോക്കിയാൽ മതി. അതെ, നമ്മൾ ചിലൊരു പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങൾ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണ ഒരു വിഷയമില്ലാത്ത വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും പല ജോലികൾ ചെയ്യുന്ന അവസ്ഥയുണ്ട്. എനിക്ക് ഒരു കമ്പനിയിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് എനിക്ക് ജോലിക്കാൻ പറ്റില്ല, അത് സ്ട്രെസ്സാണ്. അപ്പോൾ എനിക്ക് പലതും ചെയ്യാം. അപ്പോൾ അതിന് എനിക്കൊരു ഫ്രീഡം ഉണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ
പാലക്കാട് ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു കുട്ടി 4 വർഷമായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവരെവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിൽ ഒരിക്കലിട്ട് ഓഫീസിൽ പോവുക, എല്ലാവരും കൂടി കൂടുക എന്നുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ തനതായ ക്രിയേറ്റിവിറ്റിയും നമ്മൾ സ്വയം കെയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ അവസരങ്ങളും ഉണ്ടാവുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി AI ഇല്ലെങ്കിൽ 4 മണിക്കൂർ പിടിക്കുന്നുണ്ടെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാവില്ല, നമ്മുടെ എഫിഷ്യൻസി കൂടും. ഇപ്പം ഞാനൊക്കെ ChatGPT ധാരാളം ഉപയോഗിക്കുന്ന ആളാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പണ്ട് പഠിച്ച ഒരു വിഷയം എനിക്ക് തോന്നും എനിക്ക് എല്ലാം അറിയാമെന്ന്. പക്ഷേ ChatGPT ഞാൻ ചോദിക്കും, ഈ വിഷയത്തിന് ഒരു സാധാരണ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ വെച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുമ്പോൾ എനിക്ക് അന്ന് പഠിച്ച വിഷയത്തിനെ വളരെ മനോഹരമായ രീതിയിൽ വേറൊരു വശത്ത് കൂടെ കണ്ടിട്ട് അത് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവും കഴിവും കൂടി വരികയാണ്. അത് നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടി ഉദ്ദീപിപ്പിക്കുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഓ എത്ര രസമായിരുന്നു, ഇങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ. നമുക്കെല്ലാവരും ബ്രില്യൻ്റ് ആണ്. ലോകത്ത് ജനിച്ച ഒരു വ്യക്തിയും മണ്ടന്മാരല്ല, എല്ലാവരും ബ്രില്യൻ്റ് ആണ്. നമ്മളതിനെ എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മളെ ഉയർത്തി കൊണ്ടുവരുന്നതനുസരിച്ച് സാഹചര്യങ്ങളും അവസരങ്ങളും ചിന്തിക്കാനുള്ള അവസരങ്ങളും ന്യൂറോളജിയിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. പക്ഷെ ഓൺ ദ ആവറേജ് എല്ലാവരും മനോഹരമായ കഴിവുള്ളവരാണ്. അപ്പോൾ AI വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഒരു കൂട്ടാവുകയാണ്. കൂട്ടായി കഴിഞ്ഞാൽ അത് അവനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാനുള്ള ഒരു മനോഹരമായ ഒരു നാളേക്ക് വേണ്ടി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധാരണ ഒരു തൊഴിലാളി പ്രവർത്തകനായി സംസാരിക്കുന്ന സമയത്ത് AI കുറിച്ചും ഈ റോബോട്ടിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്നത്, മനുഷ്യനാകുന്ന സമയത്ത് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവന് ഭക്ഷണം കഴിക്കണം, അവന് കുറേ വിശ്രമം വേണം. ഇതൊന്നും വേണ്ടാത്തതാണ് ഈ പറയുന്ന റോബോട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉൽപ്പാദനക്ഷമത കൂടും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കാണുന്ന ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത് മനുഷ്യനെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടോ? എനിക്കതങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ റോബോട്ടിക്സ് വന്ന അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അതെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുറേ കാലം മുന്നേ തന്നെ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളത്, റോബോട്ടുകൾ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സ്വയം നിയന്ത്രണമായ ഒരവസ്ഥ ഉണ്ടെങ്കിൽ മനുഷ്യരെ കൊല്ലുമോ? പക്ഷെ നമ്മുടെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശത്രു മൃഗങ്ങളൊന്നുമല്ല, മനുഷ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ മനുഷ്യരെ കൊന്നിരിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. ഒരാൾ മതി. ബില്യൺസ് ഓഫ് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും അതിലൊരു ഭൂരിഭാഗം ആൾക്കാരെ ഡയറക്റ്റായിട്ട് കൊല്ലുകയും അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കൊല്ലുകയും ചെയ്യുന്നത്. ഇപ്പൊ പൊല്യൂഷൻ ഉണ്ട്, അത് ഘട്ടഘട്ടമായി കൊല്ലലാണ്. അതെ, അത് വേറെ വിധത്തിലൊരു കൊല്ലലാണ്. നമ്മുടെ എൻവറോൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് കുറേ പേർക്ക് അസുഖങ്ങൾ വരുന്നു, ആസ്മകൾ വരുന്നു. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ നമുക്ക് അതിനൊരു ഏലിയൻ സിദ്ധാന്തം എന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, നമ്മുടെ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളുള്ള ഒരു സ്കൂളിൽ ഞാനൊരു ആൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയാണ്, ജെൻഡർ പറയാണ്. വേറൊരു സ്കൂളിൽ നിന്ന് ഒരു ആൺകുട്ടി വന്നിട്ട് നമ്മുടെ സ്കൂളിലെ പെൺകുട്ടിയെ കമന്റ് അടിച്ചാൽ നമുക്ക് ചൂട് വരും. നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമ്മൾ ടെറിട്ടോറിയലാണ്, നായയും പൂച്ചയും ഒക്കെ ടെറിട്ടോറിയലാന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ഈ AI എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് പുറത്തുള്ളതാണ്. അതിനാണ് ഏലിയൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോൾ അജ്ഞാതമാണ്. അജ്ഞാതമായി എന്തും നമ്മൾ ഭയപ്പെടുന്നു. അത് പണ്ട് ദൈവത്തിനെ അല്ലെങ്കിൽ മറ്റേ മഴയെ നമ്മളെല്ലാം ഭയപ്പെടുമ്പോഴാണ് നമുക്ക്. ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത് തന്നെ വരുന്നില്ലേ? ഏലിയൻ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തത്, അവരെങ്ങനെയാണ് പെരുമാറുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരോട് കരഞ്ഞു പറഞ്ഞാൽ അവർ മാറും, അല്ലെങ്കിൽ കാല് പിടിച്ചു കഴിഞ്ഞാൽ മാറും. പക്ഷെ ഈ അന്യഗ്രഹ ജീവി വന്നിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കരയണമെന്നുള്ളത്. ആ എമ്പതി ഇല്ല. അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന വേദനയെ
എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മുടെ ശരീരങ്ങളിൽ സെയിം ആയതുകൊണ്ട്, മോറലെസ് സെയിം ആയതുകൊണ്ട്. നമ്മളൊക്കെ മോറലെസ് എല്ലാവരും സെയിം ആണ്. ഈ കളറും മുടിയും ഷേപ്പും ബാക്കിയൊക്കെ നമ്മൾ ഈവൻ ചിമ്പാൻസി ആയിട്ട് 2% വ്യത്യാസമുള്ളൂ എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഈ ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അറിയാത്തത്, അൺനോൺ ആയിട്ടുള്ളത്, അതാണ് ഇപ്പോൾ AI എന്ന് പറഞ്ഞിട്ടുള്ള ആ പേടി കൊണ്ടുവരുന്നത്. AIക്ക് വേറെ ആളെ കൊല്ലേണ്ട ആവശ്യം എന്താ? ദേഷ്യമുണ്ടോ? നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നത് കെമിക്കൽസും അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനുഷ്യനുണ്ട്. ഈ വൈകാരികത എന്ന് പറയുന്നത് ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതാണ്. അതിപ്പോ ഓപ്പോസിറ്റ് സെക്ഷനുള്ള അട്രാക്ഷൻ ആണെങ്കിലും ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എമ്പതി രാസപ്രക്രിയകളാണ്. അങ്ങനെയാണ് ഈ ന്യൂറോൺസിനൊക്കെ വരുന്നത്. പക്ഷെ അവിടെ ഈ AIനും റോബോട്ട്സിനും ശരിക്ക് ആ ബയോളജിക്കൽ ആസ്പെക്റ്റ് ഇല്ല. ബയോളജി കൂടിയിട്ടുള്ള റോബോട്ടുകൾ, സൈബോർഗ്സുകൾ ഉണ്ടാവും. അത് വികാരങ്ങളൊക്കെ തിരിച്ചറിയും. പക്ഷെ അവിടെ ഏത് ബ്രെയിനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ ബ്രെയിനിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ കൺട്രോള് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ആ വൈകാരികമായിട്ട് അധിഷ്ഠിതമാണോ അല്ലേ എന്നാണ് ചോദ്യം. അതിന്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അതെ, അത് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ അതിൽ വേറൊരു വശം കൂടിയുണ്ട്. ഇന്ന് മനുഷ്യർ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല ചില AI അൽഗോരിതംസ്. അങ്ങനത്തെ മെഷീൻസ്, അങ്ങനത്തെ അൽഗോരിതംസ് വന്നിട്ട് അത് പ്രോഗ്രാം തന്നെ പ്രോഗ്രാം ചെയ്യും ഓട്ടോമാറ്റിക്കലി. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മനുഷ്യനെ ചിന്തിക്കുന്ന ഡയമെൻഷന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ചെസ് ചാമ്പ്യന്മാർ അവർ കുറേ അഡ്വാൻസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. ഇത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലതരം വഴി കൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ കോമ്പിനേഷൻസും പെർമിറ്റേഷൻസ് പറയും. അത് എത്ര തലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. ഇപ്പോൾ പ്രജ്ഞാനന്ദയാണെങ്കിൽ, ഞാനാണെങ്കിൽ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അദ്ദേഹത്തിനാണെങ്കിൽ കുറെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ചാമ്പ്യനാണ്. അങ്ങനത്തെ ആൾക്കാർ 1 in a million ആണ്. നമ്മളൊരു 14ാമത്തെ സ്റ്റെപ്പ് തകർന്നു പോകും. പക്ഷേ AI കൊണ്ടുണ്ടാക്കുന്നത് അങ്ങനത്തെ ചാമ്പ്യന്മാരെക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ആൽഫാഗോ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഗോ എന്നുള്ള ഒരു ഗെയിമുണ്ട്. അതിപ്പോൾ ജപ്പാൻ, കൊറിയ, ചൈനയിലൊക്കെ പ്രാമുഖ്യമുള്ളതാണ്. വെള്ളയും കറുപ്പുമുള്ള മറ്റേ ഇതാണ്, ബീഡ്സ് ആണ്. മറ്റേ കളത്തിൽ വെച്ചിട്ട് ഇതാവുന്നതാണ്. അതിന് ബില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് ആണ്. അത് ഈ ആൽഫാഗോ എന്നുള്ള ഗെയിം ഞാനിപ്പോൾ ഓർക്കുന്നത് ആദ്യത്തെ 3 ഗെയിമിൽ AI ആൽഫാഗോ ജയിച്ചു. 4ാമത്തിൽ തോറ്റു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരിക്കലും 3ാമത്തേലോ 4ാമത്തിൽ തോറ്റത് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അതൊരിക്കലും അത് തോറ്റിട്ടില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടോപ്പായിട്ടുള്ള ഗോ മാസ്റ്റേഴ്സിനെ കൂടി ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് ഉണ്ട്. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു വീട് വാങ്ങാൻ വിചാരിക്കുക, സ്കൂള്, ആശുപത്രി, അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ളത്, മറ്റേ ട്രെയിന്, ബസ്, എല്ലാ സൗകര്യങ്ങളെയും നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യാന്ന് പറയും. പക്ഷെ കുറേ കാലം നടന്നിട്ട് ഒന്നും ശരിയായില്ലെങ്കിൽ ഇത് വിടുക, അത് വിടുക, നമുക്ക് ചുരുങ്ങി വരും. എന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കും. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. മനുഷ്യനെ ഈ കുറേ കാലം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വിരക്തി തോന്നും, അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ തോന്നും. AIന് അതില്ല. എപ്പോഴും ഒരേപോലെ അത് മൾട്ടി ഡയമെൻഷണൽ ഹൈപ്പർ സ്പേസ് എന്ന് പറയും. അതിലുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പം അതിനൊരു ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണെങ്കിൽ അവർക്ക് പല അസുഖങ്ങളുള്ളൊരു ശരീരത്തിനെ നോക്കണമെങ്കിൽ പല ഡോക്ടർമാർ വേണം. എല്ലാവരും അഭിപ്രായം വരണം. പക്ഷെ എല്ലാവരും അഭിപ്രായത്തിനും ഈക്വൽ വെയിറ്റേജ് ആണോ കൊടുക്കേണ്ടത്, അതോ കൊടുക്കുന്ന വെയിറ്റേജ് ആദ്യം മുതൽക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ടും അതേപോലെ തുടരണോ, അതോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണോ? ആ മാറ്റങ്ങൾ വൈകാരികമാണോ, അല്ലെങ്കിൽ അത് ആ ശരീരത്തിലെ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് അനുസൃതമാണോ? AIക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ടും അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഉള്ളത്. ഇപ്പം ഞാൻ മെഡിക്കൽ ഡാറ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഓപ്പറേഷൻ നടന്നാലും
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി. ഈ ബ്ലഡ് പ്രഷർ വേരിയേഷൻ വരുമ്പോൾ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയാണെന്നാണ് പറയുന്നത്. വേറെ ഉണ്ടാവാം, പക്ഷെ ഞാനൊരു സാമാന്യവൽക്കരിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ അതിന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും, AKI. അപ്പം എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പല ആൾക്കാരും ഉണ്ടാവും വളരെ ഒരു ICUയിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. അപ്പം മനുഷ്യന് അത് എത്രമാത്രം എപ്പോഴും ഒരുപോലെ അത് 12 മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്, 24 മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്, ഒരു പരിധിയുണ്ട്. പക്ഷെ അത് AI കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഓപ്പറേഷന് മുന്നേ ഉള്ള വൈറ്റൽ സയൻസ്, ബ്ലഡ് പ്രഷർ, ബാക്കിയുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന ഓക്സിജന് എല്ലാം നമ്മൾ എടുക്കും, ECG ഒക്കെ എടുക്കും. അത് ഓപ്പറേഷൻ തിയേറ്ററിലും ഇത് കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ആവും. അപ്പോൾ ഇത്ര മിനിമം ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വരാനുള്ള സാധ്യതയുടെ പ്രോബബിലിറ്റി പറയാൻ പറ്റും. അത് കൂടുതൽ ഡാറ്റ കിട്ടും തോറും അതിനുള്ള സാധ്യത കൂടുകയോ കമ്മിയാവുകയോ അനുസരിച്ചിട്ട് അത് ഡോക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെ നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഏർലി സ്റ്റേജ് ആണ് കേട്ടോ, ഏർലി സ്റ്റേജ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ഏർലിയുള്ള കുറച്ച് നല്ല റിസൾട്ടും ഉണ്ട്. അപ്പം നമുക്ക് മുന്നേത്തെ ഡാറ്റ മാത്രം പോരാ, ഓപ്പറേഷൻ്റെ മുന്നേത്തെ പോരാ, ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് മിനിമം ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 80-85% വരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള, അത് ആ കിട്ടിയ ഡാറ്റ അനുസരിച്ചിട്ടാണ്. നമുക്ക് കുറേ ഡാറ്റ വേണം, വെരി ബിഗ് ഡാറ്റ വന്നാലേ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും മനുഷ്യരാശിക്ക് ഗുണമുണ്ടാവും. അപ്പം ഇതിന് ഗുണങ്ങൾ കുറേ ഉണ്ട്. പിന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും സ്വാഭാവികമാണല്ലോ, സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് അത് ശരിയായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പം ഞാനൊരു മതപരമായിട്ട് പറയില്ല, ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിലേക്ക് ഒരു ബയസ് ഉണ്ടാവും. അത് ഇസ്ലാം മതമാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി മതമാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ മതമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നമുക്ക് കൊടുക്കുന്ന ഡാറ്റ, ഇൻഫർമേഷൻ, റിച്വൽസ്, ജീവിത രീതി നമ്മളെ ബയസാക്കുകയാണ്. ബയസ് തെറ്റല്ല, അതാണ് നമ്മുടെ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഡാറ്റയ്ക്കും ഈ ബയസ് ഉണ്ടാവും. നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇപ്പം അമേരിക്കയിൽ ഞാനത് വാക്ക് ഉപയോഗിക്കുന്നത് ശരിയെന്നറിയില്ല, ബ്ലാക്കും വൈറ്റും സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഡാറ്റ കൊടുത്തപ്പോൾ വൈറ്റിൻ്റെ ഡാറ്റ കൂടിപ്പോയി, ബ്ലാക്കിൻ്റെ കമ്മിയായിപ്പോൾ ഈ ബ്ലാക്കുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻ അധികം കിട്ടാത്തതുകൊണ്ട് ഈ AI അൽഗോരിതം വൈറ്റിലേക്ക് ബയസായി. ഇത് എൻ്റെ ഒരു റിസർച്ച് ഏരിയയും കൂടിയാണ്. പക്ഷെ ഞാനത് ഈ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടല്ല, അത് മെഷീൻസും പ്രൊഡക്ഷൻ നടക്കുന്ന മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് മില്യൺസ് ഓഫ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി അത് ബില്യൺസ് ഉണ്ടാക്കി വരും. പക്ഷെ അതിൽ 1 in a million മോശമായിട്ട് പോവാം, കേടുന്നു പോവാം. അപ്പോൾ ബാക്കിയൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ലതിൻ്റെ ഡാറ്റ നമുക്ക് കൂടുതൽ കിട്ടണം, മോശമായി പോകുന്നതിൻ്റെ കുറച്ചേ കിട്ടുന്നു. അപ്പോൾ ഇതിന് ബയസാവുകയാണ്. ഇത് എല്ലാം നല്ലതാകുന്നു എന്ന് പറഞ്ഞിട്ട് ബയസാവുകയും ഈ ചീത്തയാവാനുള്ള സാഹചര്യം എപ്പോഴെങ്കിലും വരുന്നത് കൊണ്ട് എങ്ങനെ ചീത്തയാവണമെന്ന് പഠിക്കാൻ നമുക്ക് ഇനഫ് ഡാറ്റ ഇല്ല എന്ന് പറയും. ഇതിന് ഡാറ്റ ഇംബാലൻസ് എന്ന് പറയും. ഇത് വളരെ പ്രശ്നമുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം മോശമാക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത്. ഇപ്പം നാസയുടെ ജെറ്റ് എഞ്ചിനുണ്ട്, മില്യൺസ് ഓഫ് ഡോളേഴ്സാണ്. അതിന് നമുക്ക് മോശപ്പെട്ട അവസ്ഥയിൽ എപ്പോഴും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ എടുത്തിട്ട് AI ഡീപ്പ് ലേണിങ്ങിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒരു മോഡൽ, ഡാറ്റ ഡ്രിവൺ മോഡൽ എന്ന് പറയും. ഡാറ്റ കൊണ്ട് ഉണ്ടാക്കിയ മോഡൽ, മാത്തമാറ്റിക്കൽ മോഡലല്ല. നമ്മൾ y = mx + v പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ മോഡലായിരിക്കും. എക്സും വൈയും കൂടി കണക്ട് ചെയ്യുന്നത്. അത് കൺസ്ട്രെയിൻഡ് ആണ്. അതിനൊരു പരിധി, ഒരു പ്രതലത്തിൽ ഇത് കാണാൻ പറ്റില്ല. ഒരു 2 ഡയമെൻഷനാണ്. നമുക്ക് 3 ഡയമെൻഷൻ ആക്കാം. പക്ഷെ ഒരു 1000 ഡയമെൻഷനുള്ള ഡാറ്റ ഉണ്ടാവാം, 10,000 ഡയമെൻഷൻ ഡാറ്റ ഉണ്ടാവാം. അപ്പോൾ ഈ നാസ ജെറ്റ് എഞ്ചിന് 27 പാരാമീറ്റേഴ്സാണുള്ളത്. അപ്പോൾ 27 ഡയമെൻഷൻസ് ഉണ്ടെന്ന്
ഒരു വിധത്തിൽ പറയാം. പക്ഷെ നമുക്ക് നമ്മുടേതായ ഡയമെൻഷൻസ് ഉണ്ടാക്കാൻ പറ്റും AI ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ നമ്മൾ റൺ ടു ഫെയിലിയർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ട്വിന്നായ ഡാറ്റ ഡ്രിവൺ ട്വിന്നിനെ യു മേക്ക് ഇറ്റ് ഫെയിൽ, അതിനെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവെത്താൻ പറ്റും. അപ്പം നഷ്ടമൊന്നുമില്ല. എന്നിട്ട് കുറേ ഡാറ്റ ജനറേറ്റ്, അതിന് സിന്തറ്റിക് ഡാറ്റ എന്ന് പറയും. അതിപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പറേഷൻ്റെ സമയത്തുള്ള ഡാറ്റയും മോശപ്പെട്ട സാഹചര്യവും കിട്ടുമ്പോൾ നമുക്ക് പഠിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള കമ്മിയാവുകയും ഈ ക്ലാസിഫിക്കേഷൻ ബൗണ്ടറികൾ, അത് നമ്മൾ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും അല്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ 27 ഡയമെൻഷൻസിലെ ഒരു ഹൈപ്പർ സ്പേസ് എന്ന് പറയുക, അതിന് മോശപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഇന്ന വേരിയബിൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ അത് ഫെയിലാവും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ അത് മാറ്റണം. അതിനാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പറയുന്നത്. ഇപ്പം നമ്മൾ ആയുർവേദ പലരും, ഇപ്പം ഞാൻ എല്ലാ വർഷവും പോകുന്നുണ്ട്, എനിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനത്തെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ് ഇപ്പോൾ ഡാറ്റയിൽ വളരെ മനോഹരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധ്യതകൾ കൂടുതലാണ്. അതിപ്പോൾ മെഡിക്കൽ സ്പേസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഡിജിറ്റൽ ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. കാരണം നമുക്ക് അതിന് മുന്നേ ഒരു ഡാറ്റയില്ല. പിന്നെ ആദ്യം കിട്ടിയപ്പോൾ കുറച്ച് ഡാറ്റയേ ഉള്ളൂ, പക്ഷെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒരു ഡിജിറ്റൽ ട്യൂൺ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ ആ ശരീരത്തിനായിട്ട് ബന്ധപ്പെട്ടതല്ല അത്ര വർക്ക് ചെയ്യുന്നപ്പോൾ പറയുന്നത് മുഴുവൻ ശരിയാണോന്നും അറിയില്ല, ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എല്ലാ തരത്തിലുള്ള അതിൻ്റെ വൈറസുകളും ബാക്ടീരിയകളും അതിൻ്റെ അമിനോവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം കൊടുത്തിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ ഇന്നൊന്നും സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ള വാക്സിൻസ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, നേരത്തെ കൂട്ടി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു സമയത്ത് സിംറ്റംസ് നമുക്കുണ്ടാവുമ്പോൾ അത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അതിനുള്ള മരുന്ന് ഇവിടെയുണ്ട്, നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശി തന്നെ മാറുന്നത്.